ഇടതു തരംഗം ആഞ്ഞടിച്ചിട്ടും 18 സീറ്റിൽ വിജയിച്ച് പിടിച്ചു നിൽക്കാനായതിന്റെ ആശ്വാസം മുസ്ലിം ലീഗിനുണ്ട്. എന്നാൽ കൊടുവള്ളി, താനൂർ മണ്ഡലങ്ങളിൽ തോറ്റതും വിജയിച്ച മണ്ഡലങ്ങളിൽ പലതിലും ഭൂരിപക്ഷം വൻതോതിൽ കുറഞ്ഞതും പാർട്ടി ഗൗരവമായാണ് കാണുന്നത്. കൊടുവള്ളിയിലെ തോൽവിക്ക് സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവാണ് കാരണമായതെന്ന വിലയിരുത്തൽ നേതാക്കൾക്കുണ്ട്. തോൽവിക്ക് ശേഷം കൊടുവള്ളിയിൽ സംഘടനാ പ്രശ്നങ്ങൾ രൂക്ഷമായതിനാൽ ജില്ലാ നേതൃത്വം സംഘടനാതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗുരുവായൂരിൽ PM സാദിഖലിയെ പാർട്ടിയിലെ ഒരു വിഭാഗം കാലുവാരിയെന്ന ആക്ഷേപമുണ്ട്. മങ്കട, കൊണ്ടോട്ടി, പെരിന്തൽമണ്ണ തുടങ്ങിയ മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം കുറഞ്ഞതിൽ അപകട സന്ദേശമുണ്ടെന്ന് പാർട്ടി കണക്കാക്കുന്നു. എക്കാലത്തും ലീഗിനൊപ്പം നിന്ന EK സുന്നികളിൽ ഒരു വിഭാഗം ഇടതുമുന്നണിയോട് അടുക്കുന്നതിലെ അപകടവും പാർട്ടി കാണുന്നുണ്ട്. മണ്ണാർക്കാട്ട് ലീഗിനെതിരെ പരസ്യ നിലപാടെടുത്ത കാന്തപുരത്തോട് ഇനി മൃദു സമീപനം വേണ്ടതില്ലെന്ന അഭിപ്രായം പാർട്ടിയിൽ ശക്തമാണ്. കാന്തപുരത്തെ കടന്നാക്രമിക്കണമെന്ന അഭിപ്രായം യോഗത്തിൽ ഉയരാനും സാധ്യതയുണ്ട്. മുസ്ലിം ലീഗ് അണികളുമായും മുസ്ലിം സംഘടനകളുമായും മികച്ച ബന്ധമുള്ള KT ജലീൽ മന്ത്രിയായത് പാർട്ടിക്ക് രാഷ്ട്രീയമായ വെല്ലുവിളിയാണ്. ഈ സാഹചര്യങ്ങളെല്ലാം എങ്ങനെ നേരിടുമെന്ന വിശദമായ ചർച്ചയും യോഗത്തിൽ നടക്കും. തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച ജില്ലാ കമ്മിറ്റികളുടെ റിപ്പോർട്ടും യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരും. മീഡിയ 1 കോഴിക്കോട്.